കലോത്സവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള ശുചിത്വ സൈന്യം തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് നല്ല മികച്ച നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വരവൂർ ഗ്രാമപഞ്ചായത്ത് അസറ്റാണ്. ഇവരുടെ കൈകളും നമ്മുടെ ഈ മാലിന്യ സംസ്കരണ രംഗത്തുണ്ട്. നമ്മുടെ പ്രധാനമായിട്ടും സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയിൽ 2-3 യോഗങ്ങൾ ചേർന്നു. അത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഹരിതകർമ്മ സേന നമ്മുടെ സബ് ജില്ലാ കലോത്സവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഈ കലോത്സവം എങ്ങനെ നമുക്ക് ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് ഹരിത കലോത്സവമാക്കി മാറ്റാം എന്നത് തന്നെയാണ് നമ്മുടെ ഒരു എയിമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അതിനു വേണ്ടി നമ്മുടെ മാലിന്യ സംസ്കരണം അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും തരംതിരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അതിനെ സംസ്കരിക്കുന്ന ഉപാധികൾ നമ്മൾ കണ്ടെത്തി നമ്മുടെ പ്രകൃതിയിലേക്ക് ഇണങ്ങുന്ന രീതിയിൽ പഴയ നമ്മുടെ സംസ്കാരം അതിലേക്ക് ഊന്നിറങ്ങുന്ന വല്ലങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ മിനറൽ വാട്ടർ ആയാലും അതൊക്കെ കുടിച്ച് നമ്മൾ പല സ്ഥലത്തുകളും ഉപേക്ഷിക്കുന്നത് മാറ്റി നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി നമ്മൾ ബോട്ടിൽ ബൂത്തുകൾ ഇവിടെ നമ്മുടെ കലോത്സവ ഗ്രൗണ്ടുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ മറ്റ് അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പേപ്പർ പ്ലാസ്റ്റിക്കുകളും തരംതിരിച്ചുകൊണ്ട് ബിന്നുകളിൽ സൂക്ഷിക്കാനായിട്ട് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ സബ് ജില്ലാ കലോത്സവം ഒരു ഹരിതാപപൂരിതമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനി അടുത്തത് വിമല മേഡം, ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കലോത്സവത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, കലോത്സവം നല്ല രീതിക്ക് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിബി മേഡം പറഞ്ഞു കഴിഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അധികം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതൊന്ന് പറയൂ. നമുക്കിപ്പോൾ ഇവിടെ 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന കലോത്സവത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഹരിതാപമായിട്ടുള്ളൊരു കലോത്സവമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് തുടർന്ന് 2-3-4 ആഴ്ചകളിലായിട്ട് കൃത്യമായിട്ട് നമ്മൾ അതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ നടത്തിപ്പ് കൃത്യമാക്കിയാലാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതിൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോണത്. അതുപോലെ തന്നെ നമ്മളിവിടെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. ഓരോ കമ്മിറ്റിക്കും ആരോഗ്യം മാത്രമല്ല ശുചിത്വം ആയാലും വെൽഫെയർ എല്ലാ കമ്മിറ്റികളും വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മാലിന്യ സംസ്കരണം തന്നെയാണ്. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.